ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആറാമത്തെ തീമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 തീമുകൾ അവസാനിച്ച് ആറാമത്തെ തീം ഭക്തി സൂഫി ട്രഡീഷൻസ്, ചേഞ്ചസ് ഇൻ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് ഡിവോഷണൽ ടെക്സ്റ്റ് 8th to 18th സെഞ്ചുറി. ഭക്തി സൂഫി പാരമ്പര്യങ്ങൾ, മതവിശ്വാസങ്ങളിലെ മാറ്റങ്ങൾ 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ഈ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഭക്തി പ്രസ്ഥാനത്തിനെ പറ്റി, ഇന്ത്യയിൽ ഹൈന്ദവ ഏകീകരണത്തിനെ പറ്റി ഒക്കെ വിശാലമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടകത്തിലെ വീരശൈവ പാരമ്പര്യത്തിനെ പറ്റിയാണ്. വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടക അതിനെ പറ്റിയാണ് പഠിക്കുന്നത്. വീരശൈവ ട്രഡീഷൻ, കർണാടകത്തിലെ വീരശൈവ പാരമ്പര്യം. ഇന്നും നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലെ ഒരു പ്രബല വിഭാഗമാണ് വീരശൈവർ. ചിലപ്പോഴൊക്കെ കേരളത്തിലും ഇതിൻ്റെ ചില ആൾക്കാരും ഇതിൻ്റെ ചില ബോർഡുകളും പടങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീരശൈവരെ പറ്റി. അപ്പോൾ എന്താണ് ഈ വീരശൈവ പ്രസ്ഥാനം, ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് നോക്കാം. The 12th century witnessed the emergence of a new movement in Karnataka. 12ാം നൂറ്റാണ്ടിൽ കർണാടകത്തിലെ ഒരു പുതിയ മൂവ്മെൻറ്റ്, പുതിയൊരു പ്രസ്ഥാനം ഉണ്ടായി. ഇറ്റ് വാസ് ലെഡ് ബൈ എ ബ്രാഹ്മണ നെയ്മഡ് ബാസവണ്ണ. ഇതിന് നേതൃത്വം കൊടുത്തത് ഒരു ബ്രാഹ്മണനായിരുന്ന ബാസവണ്ണൻ എന്ന് പറയുന്ന ഒരാളാണ്. ബാസവ ചില സ്ഥലങ്ങളിൽ ബാസവ ആൻഡ് ചിന്ന ബാസവ രണ്ടുപേരാണ് എന്ന് പറയുന്നുണ്ട്. He was initially a Jaina and a minister in the court of a Chalukyan king. ആദ്യം ഒരു ജൈനമത വിശ്വാസിയായിരുന്നു. ചാലൂക്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു മന്ത്രിയായിരുന്നു എന്ന് പറയുന്നു. His followers were known as Veerashaivas or Heroes of Shiva or Lingayats. ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അറിയപ്പെടുന്നത് വീരശൈവാസ് അല്ലെങ്കിൽ ഹീറോസ് ഓഫ് ശിവ, വീരശൈവാസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹീറോസ് ഓഫ് ശിവ. വീരശൈവാസ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ശിവന്റെ വീരരായ ആരാധകർ. ഓർ ലിംഗായത്സ് എന്നുള്ളതിൻ്റെ അർത്ഥം വിയേഴ്സ് ഓഫ് ലിംഗം ധരിക്കുന്നവർ എന്നുള്ള രീതിയിലാണ്. ദ വീരശൈവാസ് വേർ ദ വർഷിപ്പേഴ്സ് ഓഫ് ശിവ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വീരശൈവന്മാർ ശിവന്റെ ആരാധകരാണ്. ദേ വർഷിപ്പ്ഡ് ശിവലിംഗ ഫോം, ശിവ ഇൻ ലിംഗ ഫോം. അവര് ശിവനെ ലിംഗരൂപത്തിൽ ആരാധിച്ചിരുന്നു. ദ വീരശൈവ യൂഷ്വലി വിയർ എ സ്മാൾ ലിംഗ. വീരശൈവർ ഒരു ചെറിയ ശിവലിംഗം ധരിച്ചിരുന്നു. അവരവരുടെ പൂണൂരില് ചെറിയൊരു ചെപ്പില് ഒരു ചെറിയ ശിവലിംഗം അടക്കം ചെയ്ത് എല്ലാ സമയവും ശരീരത്ത് ധരിച്ചിരുന്നു. അപ്പൊ ശിവന്റെ ആരാധകരായിരുന്നു ഇവര്. ലിംഗായറ്റ്സ് ബിലീവ്ഡ് ദാറ്റ് the devotee will be united with Shiva after their death and will not return to this world. ലിംഗായത്തുകൾ വിശ്വസിച്ചിരുന്നത് മരണത്തിന് ശേഷം ഈ ശിവന്റെ ആരാധകർ ശിവനിൽ ലയിക്കുകയാണ്, പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്ന പരമ്പരാഗതമായ അടക്കം ചെയ്യൽ, ദഹന പ്രക്രിയകൾ, ശവസംസ്കാര രീതികൾ വിശ്വാസമില്ല. ഇവരവരുടെ സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് അത് ചെയ്യുന്നത്. ദ ലിംഗായറ്റ്സ് ചാലഞ്ച് ദ ഐഡിയ ഓഫ് കാസ്റ്റ് ആൻഡ് ദ പൊല്യൂഷൻ ആട്രിബ്യൂട്ടഡ് ടു സർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് ബ്രാഹ്മണാസ്. ബ്രാഹ്മണന്മാരിലെ ചില ഗ്രൂപ്പുകാർ പറയുന്ന അശുദ്ധി, തൊട്ടുകൂടായ്മ, ഇതിനെയെല്ലാം അവര് എതിർത്തു. ജാതി സമ്പ്രദായത്തിനെ ശക്തമായിട്ട് ലിംഗായത്തുകൾ എതിർത്തു. ദ ലിംഗായറ്റ്സ് ആൾസോ എൻകറേജ്ഡ് പോസ്റ്റ് പ്യൂബർട്ടി മാരേജ് ആൻഡ് ദ റീമാരേജ് ഓഫ് വിഡോസ്. പ്രായപൂർത്തി വിവാഹം എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയാകാത്തതിന് മുമ്പുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശൈശവ വിവാഹം പോലത്തുള്ള അനീതികളെ അവർ എതിർത്തു. അപ്പോൾ റീമാരേജ് ഓഫ് വിഡോസ്, സ്ത്രീകളുടെ വിധവകളുടെ രണ്ടാം വിവാഹത്തെ അവർ അനുകൂലിക്കുകയും ചെയ്തു. വിച്ച് വെയർ ഡിസപ്രൂവ്ഡ് ബൈ ധർമ്മശാസ്ത്രാസ്. ഇതൊക്കെ ധർമ്മശാസ്ത്രങ്ങൾ എതിർത്തിരുന്ന കാര്യങ്ങളാണ്.
അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വീരശൈവ ട്രഡീഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വചനാസ് ഓർ സെയിങ്സ് കമ്പോസ്ഡ് ഇൻ കന്നഡ. ഇവരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെല്ലാം നമുക്ക് കിട്ടുന്നത് വചനങ്ങളിൽ നിന്നാണ്. വചനങ്ങൾ, വീരശൈവരുടെ വചനങ്ങൾ അല്ലെ പറച്ചിലുകൾ, ഇത് കന്നഡത്തിലാണ് ഈ വചനങ്ങളൊക്കെ ഉള്ളത്. കന്നഡ ഭാഷയിൽ രചിക്കപ്പെട്ട ഇവരുടെ വചനങ്ങൾ വളരെ പ്രശസ്തങ്ങളും അർത്ഥപൂർണങ്ങളുമാണ്. പലപ്പോഴും ആ ചെറിയ ചെറിയ വരികളിലൂടെ വലിയ അർത്ഥങ്ങൾ കൊടുത്തേക്കുന്നു. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ അതിന് 1-2 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പം കല്ലിൽ കൊത്തിവെച്ച ഒരു സർപ്പത്തിൻ്റെ, പാമ്പിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ അവർ പാലൊക്കെ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് അതിനെ പൂജിക്കുന്നു, ആരാധിക്കുന്നു. അതേസമയം ജീവനുള്ള ഒരു പാമ്പ് ഇപ്പോൾ കടന്നു വന്നാൽ ആ സെക്കൻഡിൽ അവർ വിളിച്ചു പറഞ്ഞു കൊല്ല് പാമ്പ് അപകടം. അപ്പോൾ കല്ലിൽ കൊത്തിവെച്ചതിനെ ആരാധിക്കുകയും ജീവനുള്ളതിനെ കാണുമ്പോൾ കൊന്നുകളയുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തിനെ പറ്റി ആ കാലഘട്ടത്തിൽ എടുത്തു പറയുന്നു. പിന്നീടാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായ ഒരു പാവം, ഒരു ഭിക്ഷക്കാരൻ, ആഹാരം കഴിക്കാൻ കഴിവുള്ളവൻ എന്നാൽ ആഹാരം ഇല്ലാത്തവൻ, അവൻ കടന്നു വരുന്ന ഉടനെ ഒരു വിളിച്ചു പറയുന്നു ദൂരെ പോ, പൊല്യൂഷനാണ്, നീ എൻ്റെ അടുത്ത് വരരുത്, ദൂരെ പോ. അതേസമയം ആഹാരം കഴിക്കാൻ കഴിയാത്ത കല്ലിൽ കൊത്തിവെച്ച രൂപങ്ങൾക്ക് മുമ്പിൽ അവർ ആഹാര സാധനങ്ങൾ നിരത്തുന്നു. അപ്പോൾ ഇതിലെ വൈരുദ്ധ്യം. അപ്പോൾ ആ കാലഘട്ടത്തിലെ ജനങ്ങളെ ശരിക്കും സ്വാധീനിക്കാൻ പറ്റുന്ന ഈ രീതിയിലുള്ള വചനങ്ങൾ വീരശൈവ പാരമ്പര്യത്തിൽ ഉൾക്കൊണ്ടിരുന്നതാണ്. ഈ സമയത്ത് വടക്കേ ഇന്ത്യയിലും ചില മതപരമായ സംഘർഷങ്ങൾ ഉടലെടുത്തു. തെക്കേ ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനം പറഞ്ഞതുപോലെ അത്രയും പ്രധാനപ്പെട്ടതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വലിയ പരാമർശമൊന്നും കിടക്കുന്നില്ല. എങ്കിലും രാജപുത്ര രാജാക്കന്മാരൊക്കെ ഉൾപ്പെടെയുള്ളവർ ബ്രാഹ്മണരെ അനുകൂലിക്കുന്ന നിലപാടെടുത്തത് കാരണം ബ്രാഹ്മണിസത്തിനൊരു വളർച്ച നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അതിനിടയിൽ കൂടെ ചില സിദ്ധന്മാരും യോഗിമാരും ഒക്കെ ഉൾപ്പെട്ട ചില വിഭാഗങ്ങൾ തെക്കേ ഇന്ത്യയിലെ പോലൊരു ഒരു മത വിപ്ലവത്തിനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഈ സമയത്താണ് തുർക്കികളുടെ ആഗമനത്തോടുകൂടി അവർ ഈ രജപുത്രന്മാരെയൊക്കെ ആക്രമിച്ച് തുർക്കികളുടെ ആ ശക്തിയോടുകൂടി ബ്രാഹ്മണരുടെ ശക്തിയും കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് പുതിയ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു. ന്യൂ ട്രെൻഡ്സ് ഇൻ ദ ഫാബ്രിക്, ഇസ്ലാമിക് ട്രഡീഷൻസ്, ഫെയ്ത്ത്സ് ഓഫ് റൂളേഴ്സ് ആൻഡ് സബ്ജക്ട്സ്. വസ്ത്രത്തിലെ പുതിയ ഇഴകൾ, ഇസ്ലാമിക പാരമ്പര്യങ്ങൾ. ഇന്ത്യയിലേക്ക് ഇസ്ലാമിക പാരമ്പര്യങ്ങൾ കടന്നു വരികയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. വസ്ത്രത്തിലെ പുതിയ ഇഴകൾ, ഇസ്ലാമിക പാരമ്പര്യങ്ങൾ. ന്യൂ സ്ട്രാൻഡ്സ് ഇൻ ദ ഫാബ്രിക്, ഇസ്ലാമിക് ട്രഡീഷൻസ്. അപ്പോൾ വസ്ത്രത്തിലെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആകമാനമുള്ള സംസ്കൃതി ഒരു ഹിന്ദു സംസ്കാരമാണ്. ആ വലിയ വസ്ത്രത്തിലേക്ക് പുതിയ ഇഴകളായിട്ട് ഇസ്ലാം, ലോകത്ത് മുഹമ്മദിൻ്റെ ജനനത്തോടുകൂടി 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം രൂപം കൊള്ളുന്നതും പതുക്കെ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്കുള്ള ആഗമനവും. അപ്പോൾ തുർക്കികൾ അവിടെ ആക്രമണത്തോട് മുഹമ്മദ് ഗസ്നിയുടെയൊക്കെ ആക്രമണത്തോടുകൂടി ഇന്ത്യയിലേക്ക് അത് വരുന്നതും ഇസ്ലാമിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഇന്ത്യ ഹാഡ് കോണ്ടാക്ട്സ് വിത്ത് ഔട്ട്സൈഡ് ലാൻഡ്സ് ഫോർ സെഞ്ചുറീസ്. For instance, Arab merchants used to come to the ports along the western coast in the first millennium CE. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അറബി കച്ചവടക്കാരാണെങ്കിൽ 1-ാം നൂറ്റാണ്ടൊക്കെ തൊട്ട് തന്നെ അറബി കച്ചവടക്കാർ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം, നമ്മുടെ കുരുമുളകൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അറബി കച്ചവടക്കാർ ധാരാളമായിട്ട് ഇന്ത്യയിലേക്ക് വരുമായിരുന്നു. From the 7th century, with the advent of Islam, these regions became a part of Islamic world. 7-ാം നൂറ്റാണ്ടോടുകൂടി അഡ്വന്റ് ഓഫ് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടുകൂടി ഈ ഭാഗങ്ങളെല്ലാം ഒരു ഇസ്ലാമിക് വേൾഡിൻ്റെ ഭാഗമായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതല്ല, ഇസ്ലാമികൾ കച്ചവടം നടത്തുന്ന സഹകരിക്കുന്ന വലിയൊരു ഏരിയയുടെ ഭാഗമായിട്ട് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മാറുകയാണ്. ഫെയ്ത്ത്സ് ഓഫ് റൂളേഴ്സ് ആൻഡ് സബ്ജക്ട്സ്. ഭരണാധികാരികളുടെ പ്രജകളുടെയും വിശ്വാസങ്ങൾ. ഇസ്ലാം എൻറ്റേർഡ് ഇൻ ടു ഇന്ത്യ ത്രൂ ദ അറബ്സ്. അറബികളിലൂടെ ഇസ്ലാം ഇന്ത്യയിലേക്ക് വരുന്നു. ഇൻ 711 ആൻ അറബ് ജനറൽ നെയ്മഡ് മുഹമ്മദ് ഖാസിം കോൺകേർഡ് സിന്ധ്. അറബികളുടെ സിന്ധാക്രമണം ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വിച്ച് ബിക്കെയിം എ പാർട്ട് ഓഫ് കാലിഫ്സ് ഡൊമൈൻ. ഖലീഫയുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള. ദ അറബ് ഇൻവേഷൻ ഓഫ് സിന്ധ് ലേറ്റർ ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. അറബികളുടെ ഈ സിന്ധാക്രമണം അതാ സത്യത്തിലൊരു വിജയമാണെങ്കിലും പ്രത്യേകിച്ചൊന്നും നേടാൻ കഴിഞ്ഞില്ല.
അത് കഴിഞ്ഞ് വന്ന മുഹമ്മദ് ഘോറി, മുഹമ്മദ് ഗസ്നിയൊക്കെ ആയിട്ട് അറബികളുടെ സിന്ധാക്രമണം ഇറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് അതിന്റെ സ്ഥാപനത്തിന് കാരണമായി. ഇസ്ലാം നൗ ബിക്കെയിം ആൻ അക്നോളജ്ഡ് റിലീജിയൻ ഓഫ് റൂളേഴ്സ് ഇൻ സെവറൽ ഏരിയാസ്. ഇന്ത്യയിലെ അംഗീകരിക്കപ്പെട്ട ഭരണാധികാരികളുടെ മതമായിട്ട് ഇസ്ലാം പതുക്കെ മാറുകയാണ്. തിയററ്റിക്കലി മുസ്ലിം റൂളേഴ്സ് വെയർ ടു ബി ഗൈഡഡ് ബൈ ഉലമ. സൈദ്ധാന്തികപരമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഭരണാധികാരികൾ ഉലമാമാരാൽ നിയന്ത്രിക്കപ്പെട്ടവരാണ്. നോക്കാം ഉലമാമാര്. ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഉലമ ടു എൻഷുർ ദാറ്റ് ദ അഡ്മിനിസ്ട്രേഷൻ വാസ് കാരിഡ് ഓൺ അക്കോർഡിംഗ് ടു ശരിയ. ഉലമാമാരുടെ ഡ്യൂട്ടിയാണ് ഭരണ ശരിയ പ്രകാരം തന്നെയാണോ എന്നുള്ളത്. ഉലമ ശരിയ രണ്ട് വാക്കുകളാണ്, നമുക്ക് അതിലോട്ട് വരാം. ദ സിമ്മീസ് വെയർ ദോസ് പീപ്പിൾ ഹു ലീവ്ഡ് അണ്ടർ മുസ്ലിം റൂളർഷിപ്പ്. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു വാക്കാണ് അടുത്തായിട്ട് സിമ്മികൾ എന്താണെന്ന്. ദ സിമ്മീസ് വെയർ ദോസ് പീപ്പിൾ ഹു ലീവ്ഡ് അണ്ടർ മുസ്ലിം റൂളർഷിപ്പ്. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജീവിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ് സിമ്മികൾ എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് നോൺ മുസ്ലിംസ് സച്ച് ആസ് ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. അപ്പോൾ അവരിൽ മുസ്ലിങ്ങളല്ലാത്ത ജൂതന്മാരും ക്രിസ്ത്യാനികളും വരും. ദേ പെയ്ഡ് എ ടാക്സ് കാൾഡ് ജസിയ ആൻഡ് ഗെയിൻഡ് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ മുസ്ലിംസ്. അപ്പോൾ ഈ അമുസ്ലിങ്ങൾ ഒരു നികുതി, ജസിയ എന്ന് പറയുന്ന ഒരു നികുതി അടയ്ക്കുന്നു. അതുവഴി മുസ്ലിങ്ങൾ അവരെ സംരക്ഷിച്ചോളുവന്നു. വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുസ്ലിം റൂൾ ഇൻ ഇന്ത്യ, ഹിന്ദുസ് വെർ ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് സിമ്മീസ്. ഇസ്ലാമിക ഭരണത്തിന്റെ സ്ഥാപനത്തോടുകൂടി സിമ്മികളായിട്ട് ഹിന്ദുക്കളും മാറി. ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ സംരക്ഷിത ജനതയായിട്ട് മാറി. ദ മുസ്ലിം റൂളേഴ്സ് ഡിഡ് നോട്ട് ഇമ്പോസ് ദെയർ ഫെയ്ത്ത് ഓൺ ദ സബ്ജക്ട്സ്. എന്ന് കരുതി മുസ്ലിം ഭരണാധികാരികൾ ഒരിക്കലും അവരുടെ വിശ്വാസങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയില്ല. ദേ റെസ്പെക്റ്റഡ് ആൻഡ് സപ്പോർട്ടഡ് ദ സിമ്മീസ്. ആ സിമ്മീസ് എന്ന് പറയുന്ന അവിശ്വാസികളെ, അമുസ്ലിങ്ങളെ അവർ ബഹുമാനിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം നമ്മൾ ഉലമ എന്ന് ശരിയ എന്ന് ചില വാക്കുകൾ പറഞ്ഞിരുന്നു. എന്താണെന്ന് നോക്കാം. ഉലമ സാർ സ്കോളേഴ്സ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ്. ഇസ്ലാമിക പണ്ഡിതന്മാരെ വിളിക്കുന്ന പേരാണ് ഉലമ. ഇസ്ലാമിക പണ്ഡിതന്മാരെ വിളിക്കുന്ന പേരാണ് ഉലമ. ശരിയ. ദ ശരിയ ഇസ് ദ ലാ ഗവേണിംഗ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. ഇസ്ലാമിക് സമൂഹത്തിനെ ഗവേൺ ചെയ്യുന്ന, ഭരിക്കുന്ന ആ പ്രധാന നിയമമാണ്. മുഹമ്മദിനാൽ സൃഷ്ടിതമായ, അള്ളാഹുവിനാൽ നൽകപ്പെട്ട ആ വലിയ നിയമമാണ് ശരിയ. നമ്മൾ ശരീഅത്ത് എന്നൊക്കെ കേട്ടുകൊണ്ടായിരിക്കുമല്ലോ, ശരീഅത്ത് നിയമങ്ങൾ എന്നൊക്കെ. ദ ശരിയ ഇസ് ദ ലോ ഗവേണിംഗ് ബൈ മുസ്ലിം കമ്മ്യൂണിറ്റി. ദ പോപ്പുലർ പ്രാക്ടീസസ് ഇൻ ഇസ്ലാം. ഇസ്ലാം മതത്തിലെ ജനകീയ ആചാരങ്ങൾ, അതിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇസ്ലാം മതത്തിലെ ജനകീയ ആചാരങ്ങൾ. All those who adopted Islam accepted the 5 pillars of the Islamic faith. ഇസ്ലാമിലേക്ക് വരുന്ന എല്ലാവരും ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങൾ അംഗീകരിക്കാണ്. 5 നെടും തൂണുകൾ, 5 pillars, 5 നെടും തൂണുകൾ അവ അംഗീകരിച്ചേ പറ്റൂ. എന്താണ് ഇസ്ലാമിൻ്റെ 5 നെടും തൂണുകളെന്ന് നിങ്ങൾക്ക് ചിത്രങ്ങളിലൊക്കെ കാണാൻ പറ്റും. 5 കാര്യങ്ങൾ നിർബന്ധമാണ് ഇസ്ലാമിൽ. There is one God, Allah, and prophet is his messenger. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല. മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനാണ്. ഒന്നാമത്തത് അതാണ്. അള്ളാഹു മാത്രമാണ് ദൈവം. മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനാണ്. രണ്ടാമത്തത് ഓഫറിംഗ് പ്രയേഴ്സ് 5 times a day. ഓഫറിംഗ് പ്രയേഴ്സ് 5 times a day. ഒരു ഇസ്ലാം 5 തവണ നിസ്കരിച്ചിരിക്കണം. ഗീവ് ആംസ്, സക്കാത്ത് ദാനധർമാദികൾ ഉള്ളവൻ ഇല്ലാത്തവന് നൽകിയിരിക്കണം. ഫാസ്റ്റിംഗ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് റംസാൻ. റംസാൻ മാസത്തിലെ നോമ്പ് നിങ്ങൾക്കറിയാം. റംസാൻ മാസത്തിലെ നോമ്പ്, റംസാൻ മാസത്തിൽ ഇസ്ലാം നോമ്പ്, ആഹാരം കഴിക്കാതെ ഉപവസിച്ചിരിക്കണം. പെർഫോമിംഗ് ദ പിൽഗ്രിമേജ് ടു മെക്ക. മെക്കയിലേക്കുള്ള തീർത്ഥാടനം. ഏതൊരു ഇസ്ലാമും അയാളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മെക്കയിലേക്ക് തീർത്ഥാടനം നടത്തിയിരിക്കണം. തീർത്ഥാടനം. ഹജ്ജ് എന്ന് പറയും. ഹജ്ജ് ചെയ്യുന്നവരെ ഹാജിമാര് എന്നൊക്കെ പറയും. മെക്കയിലേക്ക് തീർത്ഥാടനം. However, these universal features were often mingled with the traditions of Sunni and Shia sects.
ഈ യൂണിവേഴ്സൽ, ഈ പൊതുവായ ഈ ഫീച്ചേഴ്സ് സുന്നി ഷിയ സെക്റ്റുകളെ എല്ലാം ബാധിച്ചു. ഇസ്ലാമിൽ നിരവധി വിഭാഗങ്ങളുണ്ട്. അറേബ്യയിലെ അനേകം ഗോത്ര വിഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഇസ്ലാം കെട്ടിപ്പോക്കുന്നത്. അതിലെ വലിയ വിഭാഗങ്ങളാണ് സുന്നി ഷിയ വിഭാഗങ്ങൾ. അപ്പൊ അവരിലെല്ലാം പൊതുവായിട്ട് നമ്മൾ ഈ പറഞ്ഞ 5 നെടും തൂണുകളും ഉണ്ടായിരുന്നു. മുസ്ലിം ട്രേഡേഴ്സ് ഹു സെറ്റിൽഡ് അലോങ് ദ മലബാർ കോസ്റ്റ് കേരള അഡോപ്റ്റഡ് ലോക്കൽ ലാംഗ്വേജ് മലയാളം. അപ്പം ഈ പറഞ്ഞതിൽ വിഭിന്നമായി ചില രീതിയിൽ മാറുന്നതായിട്ടുള്ള ഉദാഹരണങ്ങൾ പലതും കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഒരേ ഒരു ഉദാഹരണം മാത്രം ഇവിടെ പരാമർശിക്കുന്നു. ഇന്ന് കേരളത്തില്, വടക്കൻ കേരളത്തിൽ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഇസ്ലാം, അവിടെ വന്ന് താമസം ഉറപ്പിച്ച ഇസ്ലാം ഇവിടുത്തെ മലയാള ഭാഷ സംസാരിക്കാനും ഇവിടുത്തെ മാതൃദായക ക്രമമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാനും തയ്യാറായി. The complex blend of universal faith with local traditions is best expressed in the architecture of mosques. അപ്പം നമുക്കിത് വളരെ ശക്തമായിട്ട് കാണാൻ കഴിയുന്നത് പള്ളികളുടെയൊക്കെ നിർമ്മാണത്തിലാണ്, വാസ്തുവിദ്യയിലാണ്. ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രഡീഷനും ലോക്കൽ ട്രഡീഷനും തമ്മിൽ ചേരുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. സം ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് മോസ്ക്സ് ആർ യൂണിവേഴ്സൽ. പള്ളികളുടെ ചില നിർമ്മാണ രീതികൾ എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് പള്ളികളിലെ മെക്കയിലേക്കുള്ള ദിശ, അതിനകത്തെ പ്രസംഗ പീഠം, അതൊക്കെ എല്ലായിടത്തും വേണം. എന്നാൽ ചിലയിടത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. ഹവർ ദർ വെയർ സെവറൽ ഫീച്ചേഴ്സ് ദാറ്റ് ഷോ വേരിയേഷൻസ് ഫ്രം ദ യൂണിവേഴ്സൽ ട്രഡീഷൻസ്. അപ്പോൾ യൂണിവേഴ്സൽ ട്രഡീഷൻസിൽ നിന്നും വേരിയേഷൻസ് ഉള്ള ചില സ്ഥലങ്ങളുണ്ട്. പുസ്തകത്തിൽ തന്നെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ബംഗ്ലാദേശിലെ ഒരു പള്ളിയുടെ ഉദാഹരണം, കാശ്മീരിലെ തടി കൊണ്ട് നിർമ്മിച്ച വളരെ നല്ല ആർക്കിടെക്ചറിന് ഉദാഹരണമായ ഒരു പള്ളിയുടെ ഉദാഹരണം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നെയിംസ് ഓഫ് കമ്മ്യൂണിറ്റീസ്, സമുദായ നാമങ്ങൾ. ദ ടേംസ് ഹിന്ദു ആൻഡ് മുസ്ലിം ഡിഡ് നോട്ട് പ്രിവെയിൽ ഇൻ ഇന്ത്യ ഫോർ എ വെരി ലോങ് ടൈം. ഹിന്ദു ഇസ്ലാം തുടങ്ങിയ ഒന്നും ഇന്ത്യയിൽ വളരെ പഴയ കാലഘട്ടം തൊട്ടേ നിലനിന്നിരുന്ന കാര്യങ്ങളല്ല. പീപ്പിൾ വെയർ യൂഷ്വലി ഐഡന്റിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റീജിയൻ ഫ്രം വിച്ച് ദേ കം. അവർ ഏത് സ്ഥലത്തു നിന്ന് വരുന്നോ അത് നോക്കി അവർക്ക് പേരിടുന്ന ഒരു രീതി, അവരെവിടെ നിന്നാണോ വരുന്നത് എന്നുള്ളത് നോക്കി അവർക്ക് പേരിടുന്ന ആ രീതി. ഫോർ എക്സാമ്പിൾ, ദ ടർക്കിഷ് റൂളേഴ്സ് വെർ ഡിസൈനേറ്റ് ആസ് തരുഷ്ക. തുർക്കിയിൽ നിന്ന് വന്നവർ തരുഷ്ക എന്നറിയപ്പെട്ടപ്പോൾ താജിക്കിസ്ഥാനിൽ നിന്ന് വന്നവർ താജിക്ക എന്ന് അറിയപ്പെട്ടു. സിമിലർലി പരാഷ്ക വേർ പീപ്പിൾ ഫ്രം പേർഷ്യ. പേർഷ്യയിൽ നിന്ന് വരുന്നവർ പരാഷ്ക എന്ന് വിളിക്കാൻ തുടങ്ങി. തുർക്കികളും അഫ്ഗാനികളും ഒക്കെ ഷാഗാസ് എന്നും യവനാസ് എന്നും ഒക്കെ ഗ്രീക്ക് പാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ വന്ന സ്ഥലം വെച്ച് ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതി. എ മോർ ജനറൽ ടേം യൂസ്ഡ് ഫോർ ദിസ് മൈഗ്രന്റ് കമ്മ്യൂണിറ്റീസ് വാസ് മ്ലേച്ഛ. വളരെ വിശാലമായിട്ട് ഇന്ത്യയിൽ ആകമാനം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ വന്നു കയറുന്ന സമുദായങ്ങൾക്കെല്ലാം കൊടുത്തിരുന്ന ഒരു പേര്, അല്ലെങ്കിൽ അവജ്ഞയോടുകൂടിയോ അല്ലെങ്കിൽ സംസ്കാരം ഇല്ലാത്തവരോ എന്ന അർത്ഥത്തിൽ വിളിക്കുന്ന ഒരു പേര് മ്ലേച്ഛ എന്നായിരുന്നു, മ്ലേച്ഛൻ. ഇറ്റ് വാസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദീസ് പീപ്പിൾ ഹു ഡിഡ് നോട്ട് ഒബ്സർവ് ദ നോംസ് ഓഫ് കാസ്റ്റ് സൊസൈറ്റി. ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തില് വിശ്വാസമില്ലാത്ത, ഇതിൽ ഉൾക്കൊള്ളിക്കാത്ത ആ വിഭാഗത്തിന് പൊതുവിൽ പറയാൻ പറ്റുന്ന പേരാണ് മ്ലേച്ഛ. ആൻഡ് സ്പോക്ക് നോൺ സാൻസ്ക്രിറ്റ് ലാംഗ്വേജസ്. സംസ്കൃതമല്ലാത്ത മറ്റ് ഭാഷകൾ പറയുന്നവരെ പൊതുവില്. പക്ഷെ ഈ പദം അധികമായിട്ടൊന്നും ഇസ്ലാം പോലുള്ള മതങ്ങളെയോ അതിൻ്റെ മതവിശ്വാസികളെയോ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. മ്ലേച്ഛ എന്ന് പറയുന്ന പദം ഇസ്ലാമിൽ ഇനി വളരെ പ്രധാനപ്പെട്ടത് ദ ഗ്രോത്ത് ഓഫ് സൂഫിസമാണ്. സൂഫിസം നമ്മൾ നേരത്തെ ഹിന്ദുമതത്തിലെ ഭക്തിപ്രസ്ഥാനം പറഞ്ഞു, ഹിന്ദുമതത്തിലെ സന്യാസിമാരെയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഭക്തിപ്രസ്ഥാനം പറഞ്ഞു. ഇസ്ലാമിൽ അതുപോലെ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് സൂഫി മൂവ്മെന്റ്, സൂഫിസം. ഇസ്ലാമിക സന്യാസിമാരെ നമ്മൾ സൂഫികളെന്ന് വിളിക്കുന്നു. നിരവധിയായ കാര്യങ്ങളുണ്ട് സൂഫികളെന്ന് വിളിക്കാൻ. സൂഫിയുടെ അർത്ഥം വൺ ഹൂ ഓർ ഊളൻ ക്ലോത്ത്സ്, കരിമ്പടങ്ങൾ പുതച്ചവർ. സൂഫി സന്യാസിമാര് അന്നത്തെ ആ തണുപ്പ് കാലാവസ്ഥയിൽ കരിമ്പടങ്ങൾ പുതച്ച് ഇസ്ലാമിക ഭക്തിഗാനങ്ങളും പാടി ഇങ്ങനെ പോകുമ്പോൾ ആ അർത്ഥത്തിലാണ് സൂഫി എന്നുള്ള വാക്ക് വന്നതെന്ന്. അപ്പൊ ചിലർ പറയുന്ന അതല്ല, സോഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്ഡം, ബുദ്ധി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിൽ നിന്ന്
പണ്ഡിതന്മാരായതുകൊണ്ട് ഇവരെ സൂഫികളെന്ന് വിളിച്ചത്. എന്നാൽ ചരിത്രകാരന്മാര് ഇവർ ഒന്നിച്ചു കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. സഭ. അപ്പൊ ആ സഭ എന്നുള്ള വാക്കിൽ നിന്നാണ് സൂഫിസം എന്നുള്ളത് ഉണ്ടായതെന്ന്. എന്തായാലും ഈ ഭക്തിപ്രസ്ഥാനം ഹിന്ദുമതത്തിലുണ്ടായപ്പോൾ അതിൻ്റെ സ്വാധീനം കൊണ്ട് ഇസ്ലാമിലും ഉണ്ടായ ഒരു ഭക്തിപ്രസ്ഥാനം തന്നെയാണ് സൂഫിസം. ഒരു പക്ഷേ ഇതായിരിക്കാം ഇന്ത്യയിൽ ഇസ്ലാമിന് വലിയ വളർച്ച ഉണ്ടായിക്കൊടുത്തത്. ഇസ്ലാമിന് എത്രയോ മുമ്പ് വന്ന ക്രിസ്ത്യാനിറ്റിയേക്കായി ജൈനിസം, ബുദ്ധിസം, പാഴ്സി, മറ്റ് ജൂത വിഭാഗങ്ങളെ എല്ലാവരെക്കാളും കൂടുതൽ ഇസ്ലാമിന് ഇന്ത്യയിൽ വളർച്ച ഉണ്ടാക്കി കൊടുക്കാൻ കാരണം ഒരുപക്ഷെ ഈ സൂഫിസം ആയിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂഫിസത്തിനെ പറ്റി പഠിക്കാം. ശരി.